ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ പുറത്തുനിന്ന് പോകും. ഏത് വണ്ടി എടുക്കും? 2 വണ്ടിയുണ്ട്. വേറെ വണ്ടി ഏതുണ്ട്? ലെക്സസിൽ പോവാം. നമ്മളൊരു വണ്ടിയാണ് ആ കിടക്കുന്ന അൾട്ടിമ. ചീത്തയായി കിടക്കുക. ഇതിൽ പോവാം. Today is Tuesday, 24th June. മനസ്സിലായോ? കടയിലൊക്കെ ഒന്ന് പൂട്ടിടുമ്പോൾ പുറത്ത് സ്വന്തം അല്ല, സൗദിയുടെ ലെക്സസിനകത്ത്. ഇത് എത്ര കൂടി? 4 ലക്ഷം പുറത്തുകൂടിയ വണ്ടിയാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നമ്മളൊക്കെ പ്രവാസികളായതുകൊണ്ട് പ്രവാസികളുടെ വീഡിയോസൊന്നും ആരും കാണാറില്ല. പ്രവാസികളെ പൈസ നാട്ടിലെല്ലാവർക്കും വേണം. സംഘടനാപരമായും ആർക്കെങ്കിലും അസുഖങ്ങൾ വന്നാലും അതിനൊക്കെ നമ്മുടെ പ്രവാസികളെ മുൻപന്തി നിർത്തും. മദീനത്ത് കാണുന്ന ഒരേ വീഡിയോസ്. ഞാൻ ഈ മദീനത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 20 വർഷമാകും. ഞാൻ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഈ ഫോണൊന്നുമില്ല, നെറ്റൊന്നും ഇറങ്ങിയിട്ടില്ല കാലമല്ല. ഇപ്പോഴാണ് നെറ്റും കാര്യങ്ങളൊക്കെ വന്ന് സുലഭമായത്. നമ്മളൊക്കെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്ന സമയമായതുകൊണ്ട് നമ്മളൊക്കെ വീഡിയോ എടുത്ത് പോകുന്ന വഴിക്ക് ഇപ്പം നമുക്ക് യാത്ര കുറവാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ യാത്രയുള്ള സമയം. അന്നൊന്നും നമ്മളെ കയ്യിൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല, ക്യാമറ ഫോണൊന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 400-500 കിലോമീറ്റർ ഓടുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ട്രെയിനായി. ഇവിടെ ട്രെയിൻ സൗകര്യം വന്നു. അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഓട്ടം കുറവാണ്. പണ്ടെനിക്ക് ആഴ്ചയിൽ ജിദ്ദ ഓട്ടം ഉണ്ടായിരുന്നു. ഇവിടുന്ന് മദീന ടു ജിദ്ദ 450-425 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓടിയെത്തും. ആ ഓട്ടമൊക്കെ 3-3.5 മണിക്കൂർ 4 മണിക്കൂറിനകത്ത് ചെക്ക് ഓടിയെത്തും. നമ്മൾ ഓടുന്നതനുസരിച്ചിരിക്കും. ഇപ്പം ഒരുപാട്
ഒരുപാട് സംഘടന എന്തൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ വരുന്നത്, അവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് പൈസ അയച്ചു കൊടുക്കുക. ഇപ്പം തന്നെ കഴിഞ്ഞ മാസം തന്നെ എറണാകുളത്ത് ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണത്തിന് വേണ്ടി സഹായം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഗ്രൂപ്പിൽ വിളിച്ചു. ഞാൻ സഹായം ചെയ്തു കൊടുത്തു. നമ്മളെ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളെ വീഡിയോസ് ആരും കാണാറുമില്ല, സബ്സ്ക്രൈബ് ചെയ്യാറുമില്ല. മതി. ഇവിടെയൊക്കെ തന്നെ കാണും, മദീനത്ത് തന്നെ കാണും. അവിടെ പോകാൻ എല്ലാവരും വരിക മദീനത്ത്. എല്ലാവരും മദീന കാണാൻ പറ്റണം, ഉറക്കി വരണം. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ വന്ന് കാണാം. വരുന്നവരൊക്കെ നമ്മളെ വിളിക്കുക. യൂട്യൂബിൽ പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ മറ്റുള്ള യൂട്യൂബറെ പോലൊന്നും എന്താ പറയട്ടെ, ഈ അഭിനയിച്ച് ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരു ഡ്രൈവറാണ്, പാവം വിളിച്ച് സാധാരണക്കാരൻ, വലിയ പണക്കാരൊന്നുമല്ല, നമ്മളൊരു സാധാരണ രീതിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് പേരെ സഹായിച്ചും ഒക്കെ നമ്മളിങ്ങനെ ജീവൻ തള്ളി നീക്കുന്ന ഒരു പാവപ്രവാസിയാണ്. ഈ റോഡിൻ്റെ പണി എന്ന് ജസ്റ്റ് തീർന്ന് വരുന്ന സമയമാണ്. ഏതാണ്ട് 2004, 2005 കാലത്ത് ഇപ്പം മദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2025 ഒരുപാട് മാറ്റങ്ങളാണ് ഈ മദീനത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം. ട്രെയിൻ വന്നിട്ടുണ്ട്, പുതിയ എയർപോർട്ട് വന്നിട്ടുണ്ട്, പുതിയ ഷോപ്പിംഗ് സെൻറ്റർ വന്നിട്ടുണ്ട്. ആ കാണുന്ന മലയുണ്ടല്ലോ, ആ കാണുന്ന അതിനകത്ത് വരെ ഇപ്പം ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ കാണുന്ന മലയിൽ വരെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിൻ്റെ കോഫി ഹൗസ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും കോഫിയാണല്ലോ കൂടുതലും ചെയ്ത് പോകുന്നത്. ആ മലയുടെ മുകളിൽ വൈകിട്ട് കോഫി കുടിക്കാൻ ആൾക്കാർ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇവരോട് പോയിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ, നമുക്ക് അവിടെ പെർമിഷൻ വേണം, എന്നാലും അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. ഉച്ച നമ്മുടെ വീട്ടിൽ നിന്ന് പോകും സമയത്തൊക്കെ പോകാതിരിക്കത്തില്ല. ഇത് ഇപ്പോൾ പല സൈഡിൽ ഒരു വെള്ള ബിൽഡിംഗ് കാണുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലാണ്. ഇത് റിയാദിൽ, ജിദ്ദയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മദീനത്ത് പുതിയതായിട്ട് വന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ കാണുന്നതാണ് ഓഹദ് മല. ഈ കാണുന്ന മലയാണ് ഓഹദ് മല.
അങ്ങ് കത്തും. നല്ല രസമാണ് കാണാൻ രാത്രി. ദാവൂദിയ എന്ന് പറയും. സോറി, ദാവൂദിയ അല്ല, അഹമ്മദിയ. തെറ്റിപ്പോയി. രാവിലെ കാണുന്ന അഹമ്മദിയ എന്ന് പറയുന്നത് ഈ വണ്ടികളുടെ സാധനം വയ്ക്കുന്ന സ്ഥലം. ഫുള്ള് വണ്ടിയുടെ ഐറ്റംസാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ, അഹമ്മദിയ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി വന്നു. രണ്ട് വണ്ടിയുടെ സാധനം മേടിക്കണം. ഒന്ന് എൻ്റെ വണ്ടിയുടെ ഒരു സാധനം മേടിക്കണം, ഒന്ന് നമ്മളെ ബോസിൻ്റെ വണ്ടിയുടെ സാധനം മേടിക്കണം. ഇതിനകത്താണെങ്കിൽ ഭയങ്കര തിരക്കാണ്, പാർക്ക് ചെയ്യാൻ പോലും പറ്റില്ല, ഇത്ര ബ്ലോക്കാണ്. നമ്മളെ നാട്ടിലെ ഐറ്റണ് പോകുന്നുണ്ട്. ഐറ്റൺ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ മക്കളെ.